എല്ലാവർക്കും PK ലേണിംഗ്സിന്റെ പര്യായപദം സീരീസിലേക്ക് സ്വാഗതം. ഇന്ന് പര്യായപദത്തിന്റെ 4ാമത്തെ ക്ലാസ് ആണ്. അപ്പോൾ എല്ലാവർക്കും ശ്വേതഗിരിതം, ചന്ദ്രികാപായി, ദക്ഷായം, കരടം ഇതെല്ലാം ഓർമ്മയിലുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് 4ാമത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. തത്തയുടെ പര്യായങ്ങളാണ് ഇന്ന് നമ്മൾ ആദ്യം നോക്കുന്നത്. ശാരിക, കീരം, ശുകം, മഞ്ജുപാഠകം, കൈതാരം ഇവയാണ് തത്തയുടെ പര്യായ പദങ്ങളായിട്ട് വരുന്നത്. ശാരിക എന്നാൽ അർത്ഥം വരുന്നത് തത്ത എന്നാണ്. അപ്പൊ ഇതിന്റെ ഡയറക്റ്റ് ആയിട്ടുള്ള മീനിങ് പഞ്ചവർണ്ണക്കിളി എന്നതാണ്. തത്തയെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. രാമായണം കിളിപ്പാട്ട് തുടങ്ങുന്നത് തന്നെ ഈ ഒരു പേരിലാണ് അല്ലെ, ശാരിക എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ധ്യന്മാരെ അല്ലെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ രാമായണം തുടങ്ങുന്നത്. മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ശ്രീ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് അധ്യാത്മരാമായണം കിളിപ്പാട്ട് എഴുതിയിരിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാലോ അല്ലെ. ഇനി അടുത്ത പദമാണ് കീരം. കീരം എന്നാല് തമിഴ് ഭാഷയില് തത്തയെ പറയുന്നതാണ് കീരം എന്നത്. മലയാള ഭാഷ പല ഭാഷകളിൽ നിന്നും കടം കൊണ്ടിട്ടുള്ളതാണ്. തമിഴിൽ നിന്ന് ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്, അതുപോലെ തന്നെ സംസ്കൃതത്തിന്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ പല ഭാഷകളിൽ നിന്നുള്ള ഒരു ഇൻഫ്ലുവൻസ് നമ്മുടെ ഭാഷയിൽ കാണാൻ സാധിക്കും. അപ്പൊ കീരം എന്ന് പറഞ്ഞത് അധികം നമ്മൾ അങ്ങനെ ഉപയോഗിക്കുന്ന വാക്കല്ല, നമ്മൾ സാഹിത്യപരമായിട്ടൊക്കെ ഉപയോഗിക്കുന്ന വാക്കാണ്. ഇതിൽ പലതും പര്യായമായിട്ട് തന്നെ പറഞ്ഞത് തത്ത എന്ന് തന്നെയാണ് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ കീരം എന്ന് പറയുന്ന വാക്ക് തമിഴ് ഭാഷയിൽ നിന്ന് വരുന്നതാണ്. അടുത്ത പദമാണ് ശുകം. ഈ ശുകം എന്ന വാക്ക് വരുന്നത് സംസ്കൃതത്തിൽ നിന്നാണ്. ശിവപുരാണത്തില് ശിവൻ പാർവതിയെ വർണ്ണിക്കുമ്പോൾ അതിലുപയോഗിക്കുന്ന ഒരു വാക്കാണ് ഇത്. നിന്റെ മൂക്കാണോ അതോ ശുഗകഞ്ചുകമാണോ എന്നത്. ഓക്കെ, ഈ ശുഗകഞ്ചുകം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തത്തയുടെ ചുണ്ടാണോ എന്നതാണ്. അപ്പൊ ശുഗം എന്നത് സംസ്കൃത വാക്കാണ്. ശുഗം എന്നാൽ തത്തയാണ് എന്ന് ഓർക്കുക. നമുക്ക് പരീക്ഷയുടെ ഇതിൽ തത്തയാണ് എന്ന് ഓർത്താൽ മതി. പക്ഷെ നമുക്കൊരു ഓർമ്മിക്കാനായിട്ടുള്ള അതിന്റെ ഒരു യഥാർത്ഥമായിട്ടുള്ള ഒരു കാരണം ഞാനിതിൽ പോയിന്റ് ഔട്ട് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പൊ ശുഗം എന്നാൽ തത്ത എന്നാണ് അർത്ഥം വരുന്നത്. തത്തയെ ശുഗം എന്ന് വിശേഷിപ്പിക്കാനുള്ള കാരണം എന്താന്ന് വെച്ചാല് ശുഗാചാരി മലകളിലാണ് ഈ തത്തയെ കൂടുതലായിട്ടും കണ്ടുവരുന്നത്. മഹാരാഷ്ട്രയിലാണ് ഈ ശുഗാചാരി മല, അവിടെയാണ് തത്തയെ കൂടുതലായിട്ടും കണ്ടുവരുന്നത്. അതുകൊണ്ടാണ് ഈ തത്തയെ ശുഗം എന്ന് വിശേഷിപ്പിക്കുന്നത്. തത്തയുടെ അടുത്ത പര്യായമാണ് മഞ്ജുപാഠകം. മഞ്ജു എന്നാൽ മനോഹരമായ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം വരുന്നത്. മനോഹരമായ, അതുപോലെ ഹൃദ്യമായ, ഇമ്പമുള്ള, ശ്രുതിമധുരമായി, ഇങ്ങനെയൊക്കെയാണ് മഞ്ജു എന്നതുകൊണ്ട് അതിന്റെ അർത്ഥം വരുന്നത്. ഈ പാഠകം എന്നാൽ കഥയാണ്. കിളിപ്പാട്ട് രാമായണം എന്ന് പറയുമ്പോൾ തത്തയാണുള്ള കഥ പറഞ്ഞു തരുന്നത്. അപ്പം ഹൃദ്യമായ കഥ പറഞ്ഞു തരുന്ന, അതുകൊണ്ടാണ് അതിനെ മഞ്ജുപാഠകം എന്ന് പറയുന്നത്. തത്തയുടെ അടുത്ത പര്യായമാണ് കൈതാരം. കൈതാരകമാണല്ലോ തത്തയുടെ പ്രധാന ഭക്ഷണം. അതായത് പാടത്ത് വിളയുന്ന, നെല്ലിൽ വിളയുന്ന എന്നൊക്കെയാണ് കൈതാരകം, കൈതാരികം എന്നതൊക്കെ കൊണ്ട് അർത്ഥം വരുന്നത്. അപ്പോ ഇത് ഭക്ഷിക്കുന്നതുകൊണ്ടാണ് തത്തയെ കൈതാരം എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോ തത്ത ഏത് സംസ്ഥാനത്തിന്റെ സംസ്ഥാന പക്ഷിയാണെന്ന് അറിയാവുന്നവര് ഒന്ന് കമന്റിൽ മെൻഷൻ ചെയ്യുക. അടുത്തത് പരുന്താണ്. പരുന്തിന്റെ പര്യായമാണ് പത്രി, ശശാദനം, ശേനം എന്നിവയാണ് പരുന്തിന്റെ പര്യായമായിട്ട് വരുന്നത്. അപ്പൊ ഈ വാക്ക് മാറിപ്പോവാതെ ശ്രദ്ധിക്കുക. പത്രിയാണ് വാക്ക് വരുന്നത്. നമ്മൾ പര്യായപദത്തിന്റെ 3ാമത്തെ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ചിറകിന്റെ പര്യായങ്ങൾ പഠിച്ചിരുന്നു. അത് വരുന്നത് പത്രവും പതത്രവും ഒക്കെയാണ്, പത്രിയല്ല. പത്രി വരുന്നത് പരുന്താണ് എന്ന കാര്യം മാറിപ്പോകരുത്. അപ്പൊ പത്രം എന്താണെന്ന് എല്ലാവർക്കും അറിയാം, ചിറകാണെന്ന് അറിയാം അല്ലെ. അപ്പൊ പത്രി എന്താന്ന് വെച്ചാല് ശരീരത്തിന്റെ ആ ഒരു സൈസിനെ കമ്പയർ ചെയ്യുമ്പോൾ അതിനേക്കാളും വളരെ വലിയ ചിറകുള്ളത് കൊണ്ടാണ് പരുന്തിനെ പത്രി എന്ന് വിളിക്കുന്നത്. പരുന്തിന്റെ അടുത്ത പര്യായമാണ് ശശാദനം. ശശത്തെ അദനമാക്കുന്നത് കൊണ്ടാണ് പരുന്തിനെ ശശാദനം എന്ന് വിളിക്കുന്നത്. അപ്പോ ശശം എന്താണെന്ന് അറിഞ്ഞിരിക്കുക. ശശം എന്നത് മുയലിന്റെ പര്യായമാണ്. ശശം എന്നത് മുയലിന്റെ പര്യായമാണ്. അദനം എന്നാൽ ഭക്ഷണം എന്നതാണ് അർത്ഥം വരുന്നത്. അദനം എന്നാൽ ഭക്ഷണം. പരുന്തിന്റെ അടുത്ത പര്യായമാണ് ശേനം. ഇതും ഒരു സംസ്കൃത പദമാണ്. മഹാഭാരതത്തിലെ ഭീഷ്മപർവത്തിലാണ് ഈ ശേനവ്യൂഹം പരാമർശിക്കുന്നത്. അതായത് മഹാഭാരതത്തിലെ കുരുക്ഷേത്ര യുദ്ധം നടക്കുന്ന സമയത്ത് സേനകളെ വിന്യസിക്കുന്നത് വിവിധ രൂപങ്ങളിലാണ്. ഇതില് 5ാമത്തെ ദിവസം വിന്യസിച്ച ആ ഒരു രൂപമാണ് ശേനവ്യൂഹം. അപ്പൊ ഈ ഒരു വിന്യാസത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് മുകളിൽ നിന്ന് നോക്കിയാൽ ഒരു പരുന്ത് നീങ്ങുന്ന പോലെയാണ് തോന്നുന്നത്. അതായത് നടുക്കത്തെ ഭാഗം വരുമ്പോൾ അവിടെ ഈ ഒരു പരുന്തിന്റെ ഒരു സ്ട്രോങ് സെന്ററും, അതുപോലെ പരുന്തിന്റെ ചിറകുകൾ 2 സൈഡിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്തുമാണ് നിൽക്കുന്നത്. എന്നാൽ ഈ എക്സ്റ്റെൻഡ് ചെയ്ത ഭാഗത്ത് കുറച്ച് ആർമികളും, എന്നാൽ അവിടെ സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർമികളുമാണ് ഉണ്ടാവുന്നത്. നടുക്കത്തെ ഭാഗം വരുമ്പോൾ ആ ഒരു ഭാഗത്തില് കൂടുതലും കാലാൾപ്പട അതുപോലെയുള്ള ആർമി ആയിരിക്കും വരുന്നത്. അപ്പോൾ ഈ ശേനവ്യൂഹം എന്താണെന്ന് ചിലർക്കെങ്കിലും ഒരു കൗതുകം ഉണ്ടാവും, അതുകൊണ്ട് മാത്രം അത് വിവരിച്ചതാണ്.
അപ്പൊ നമ്മൾ പരുന്തിന്റെ പര്യായങ്ങൾ പഠിച്ചു കഴിഞ്ഞു. പത്രി, ശശാദനം, ശേനം എന്നിവയാണ്. എന്നാൽ നിങ്ങൾ ഈ പരുന്തിന്റെ പര്യായം ശേനം എന്ന് പറയുമ്പോൾ അത് നായയുടെ പര്യായമായ ശ്വാനനുമായിട്ട് മാറിപ്പോകരുത്. ശ്വാനൻ, ശ്വാവ് ഇതൊക്കെ നായയുടെ പര്യായമാണ്. അത് നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കും.